ശാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുദ്ധപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനിതം തം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാനിതാംശ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുദ്ധപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഓം നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. श्रीमद् ഭാഗവതം ദ്വിതീയ സ്കന്ധം ഭഗവത് പാഠഭേദങ്ങളെ ഉദ്ധരിച്ചുള്ള ഉത്തരങ്ങൾ. അധ്യായം 9 ശ്ലോകം 3. യർഹി വാവാമഹിം നീസേ പരസ്മിൻ കാലമായയോ ജമേദാഗത സമ്മോഹ ത്യക്തോദാസ്തേ തദോ ഭയം. യർഹി വാവാമഹിം നീസേ പരസ്മിൻ കാലമായയോഃ യമേദാഗത സമ്മോഹ തുക്തോദാസ്തേ. യർഹി വാവാമഹിം നീസേ പരസ്മിൻ കാലമായയോ രമേദാഗത സമ്മോഹ ത്വക്തോദാസ്തേ തദോ ഭയം. യർഹി ഏതു നേരത്തും വാവ നിശ്ചയമായും മഹിംനി മഹാത്മ്യത്തിൽ സ്വയം പരസ്മിൻ പരമമായ കാലം മായയോ ഭൗതിക ശക്തിയുടെ രമേത ആനന്ദിക്കുന്നു. ഗതസമ്മോഹ തെറ്റിദ്ധാരണകളിൽ നിന്നും സ്വതന്ത്രനായിട്ട് ത്വക്ത ത്യജിക്കുന്നു. ഉദാസ്തേ പൂർണതയിൽ തഥ അനന്തരം ഉഭയം രണ്ടുപേർ ഞാൻ എന്നും എന്റേതെന്നും ഉള്ള മിഥ്യാസങ്കല്പം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ജീവസത്ത അവന്റെ വ്യവസ്ഥാപിതമായ മഹാത്മ്യത്തിൽ നിവിഷ്ടമായി തീരുകയും കാലത്തിനും ഭൗതിക ശക്തിക്കും അതീതമായി ആത്മജ്ഞാനപരമായി ആയതിനെ ആസ്വദിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഉടനെ അവൻ ഞാനെന്നും എന്റേതെന്നുമുള്ള ജീവിതത്തിന്റെ മിഥ്യാസങ്കല്പങ്ങളെ ത്യജിക്കുകയും അപ്രകാരം പവിത്ര ആത്മാവായി പൂർണ്ണതയിൽ പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ എന്നും എന്റേതെന്നുമുള്ള ജീവിതത്തിന്റെ മിഥ്യാസങ്കല്പങ്ങൾ 2 വിഭാഗം ജനങ്ങളിൽ യഥാർത്ഥമായി വെളിവാക്കപ്പെടുന്നു. അധമ അവസ്ഥയിൽ എന്റേതെന്നും സങ്കല്പം അതിപ്രബലവും ഉന്നതാവസ്ഥയിൽ ഞാൻ എന്ന മിഥ്യാസങ്കല്പം പ്രബലവുമാകുന്നു. മൃഗജീവിതാവസ്ഥയിൽ പട്ടികളുടെയും പൂച്ചയുടെയും വിഭാഗത്തിൽ പോലും എന്റേതെന്നും എന്ന മിഥ്യാബോധം ദർശിക്കാവുന്നതാണ്. അവയിൽ പോലും എന്റേതെന്ന മിഥ്യാബോധം ദർശിക്കാവുന്നതാണ്. അവ എന്റേത് എന്ന ഒരേ മിഥ്യാബോധത്തോടു കൂടി പരസ്പരം പോരാടുന്നു. മനുഷ്യ ജീവിതത്തിന്റെ അധമ അവസ്ഥയിൽ ഇതേ മിഥ്യാസങ്കല്പം ഇത് എന്റെ ശരീരമാകുന്നു, ഇത് എന്റെ വീടാകുന്നു, ഇത് എന്റെ കുടുംബമാകുന്നു, ഇത് എന്റെ ജാതിയാകുന്നു, ഇത് എന്റെ രാജ്യമാകുന്നു ഇത്യാദി രൂപങ്ങളിൽ പ്രബലമാകുന്നു. സൈദ്ധാന്തിക ജ്ഞാനത്തിന്റെ ഉത്കൃഷ്ടാവസ്ഥയിൽ എന്റേത് എന്ന ഇതേ മിഥ്യാബോധം ഞാൻ എന്നും അല്ലെങ്കിൽ ഇതെല്ലാം ഞാനാണെന്നുമുള്ള ചിന്തയിലേക്ക്
പരിണമിക്കുന്നു. ഞാൻ എന്നും എന്റേതെന്നുമുള്ള ഇതേ മിഥ്യാബോധത്തെ വ്യത്യസ്ത ഭാവങ്ങളിൽ അന്തർഭവിപ്പിച്ചിരിക്കുന്ന അനവധി വിഭാഗം ജനങ്ങളും എന്നാൽ ഞാൻ ഭഗവാന്റെ ശാശ്വത സേവകനാകുന്നു എന്ന അവബോധത്തിൽ ഒരുവൻ നിവിഷ്ടനാകുമ്പോൾ മാത്രമേ ഞാൻ എന്നതിന്റെ യഥാർത്ഥ മഹത്വം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. ശുദ്ധ അവബോധം ഇതാകുന്നു. സമഗ്ര വേദഗ്രന്ഥങ്ങളുടെയും ജീവിതത്തിന്റെ ഈ സങ്കല്പത്തെയാണ് നമ്മെ അഭ്യസിപ്പിക്കുന്നത്. ഞാൻ ഭഗവാനാകുന്നു അല്ലെങ്കിൽ ഞാൻ പരമോന്നതനാകുന്നു എന്ന മിഥ്യാസങ്കല്പം എന്റേത് എന്ന മിഥ്യാബോധത്തെക്കാൾ അത്യന്തം ആപത്കരമാണ്. ഒരുവനോട് സ്വയം ഭഗവാനിൽ നിന്നും അഭിന്നനാണെന്ന് ചിന്തിക്കുവാനുള്ള ചില നിർദ്ദേശങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിലും ഒരുവൻ എല്ലാവിധത്തിലും ഭഗവാന് തുല്യനാണ് എന്ന് അത് അർത്ഥമാകുന്നില്ല. നിസ്സംശയം അനവധി കാര്യങ്ങളിൽ ജീവസത്തയ്ക്ക് ഭഗവാനുമായി ഏകത്വമുണ്ട്. എന്നാൽ പരമമായി ജീവസത്ത ഭഗവാന് അതീതനാണ്. മാത്രവുമല്ല, വ്യവസ്ഥാപിതമായ ഭഗവത് ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ളവനാണ്. ആകയാൽ ഭഗവാൻ ബദ്ധാത്മാക്കളെ അദ്ദേഹത്തിൽ ശരണം പ്രാപിക്കാൻ ക്ഷണിക്കുന്നു. ജീവസത്തകൾ പരമേശയ്ക്ക് അധീനനല്ലെങ്കിൽ പിന്നെ ജീവസത്തയെ ശരണം പ്രാപിക്കുവാൻ ആവശ്യപ്പെടുമായിരുന്നു. ജീവസത്ത എല്ലാവിധത്തിലും തുല്യരായിരുന്നു എങ്കിൽ പിന്നെ അവർ മായയുടെ സ്വാധീനത്തിൽ അകപ്പെടുമായിരുന്നു. ഭൗതിക ശക്തി ഭഗവാനാണ് നിയന്ത്രിക്കുന്നതെന്ന് നാം നേരത്തെ തന്നെ അനവധി തവണ പ്രതിപാദിച്ചിട്ടുണ്ട്. ഭൗതിക പ്രകൃതിക്ക് മേലുള്ള ഭഗവാന്റെ ഈ നിയന്ത്രണ ശക്തിയെ ഭഗവത്ഗീത 9:10 സ്ഥിരീകരിച്ചിരിക്കുന്നു. പരമസത്തയെ അഥവാ പരമാത്മാവിനെ പോലെ മഹത്വമുള്ളവനാണെന്ന് അവകാശപ്പെടുന്ന ഒരു ജീവസത്തയ്ക്ക് ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ കഴിയുമോ? വിഡ്ഢിയായ ഞാൻ ഭാവിയിൽ അപ്രകാരം ചെയ്യുമെന്ന് മറുപടി പറഞ്ഞേക്കും. ഭാവിയിൽ പരമസത്തയെ പോലെ ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ ഒരുവന് കഴിയും എന്ന വാദം അംഗീകരിച്ചാൽ തന്നെയും പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഇപ്പോൾ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളത്? പരമോന്നത ഭഗവാൻ പരമപുരുഷനെ ശരണം പ്രാപിക്കുക വഴി ഒരുവന് ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിന് കീഴിൽ നിന്നും സ്വതന്ത്രനാകാൻ കഴിയുമെന്ന് ഭഗവത്ഗീത പറയുന്നു. എന്നാൽ ശരണം അഥവാ സമർപ്പണം ഇല്ലാത്ത പക്ഷം ജീവസത്തയ്ക്ക് ഒരിക്കലും ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. ആകയാൽ ഒരുവൻ ഭക്തിയുത സേവന പദ്ധതി പരിശീലിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ അചഞ്ചലനായി നിവിഷ്ടനായിക്കൊണ്ട് ഞാൻ എന്ന ഈ മിഥ്യാബോധത്തെയും തീർച്ചയായും ഉപേക്ഷിക്കണം. ജോലിയില്ലാത്ത പാവപ്പെട്ട ഒരുവന് തന്നിമിത്തം ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ എതിർച്ചയാ അതേ വ്യക്തിക്ക് സർക്കാർ സേവനത്തിൽ ഒരു നല്ല ഉദ്യോഗം ലഭിക്കുമ്പോൾ അയാൾ ഉടനെ സന്തോഷവാനായിത്തീരുന്നു. സർവശക്തികളുടെയും അധിപനായ ഭഗവാന്റെ പരമാധികാരത്തെ നിഷേധിക്കുന്നതിൽ യാതൊരു നേട്ടവുമില്ല. എന്നാൽ ഭഗവാന്റെ ശാശ്വത സേവകനായിരിക്കുക എന്ന ശുദ്ധ അവബോധത്തിൽ നിവിഷ്ടനായിരിക്കുക എന്ന സ്വമഹാത്മ്യത്തിൽ ഒരുവൻ വ്യവസ്ഥാപിതമായി അവസ്ഥിതമായിരിക്കണം. ജീവതയിൽ ജീവസത്ത മിഥ്യയായ മായയുടെ സേവകനും മുക്താവസ്ഥയിൽ അവൻ പരിശുദ്ധനും ഭഗവാന്റെ അയോഗ്യനായ സേവകനുമാകുന്നു. ഭൗതിക പ്രകൃതി ഗുണങ്ങളുടെ ഛായ ഇല്ലാതിരിക്കുകയാണ് ഭഗവത് സേവനത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത. നിരൂപണങ്ങളുടെ സേവകനായി തുടരുന്നിടത്തോളം കാലം ഒരുവന് ഞാൻ എന്നും എന്റേതെന്നുമുള്ള രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രനാകുവാൻ കഴിയുകയില്ല. പരമസത്യം മായാശക്തിയുടെ നിയന്ത്രകനാകിയാൽ അദ്ദേഹം മായാശക്തി അഥവാ മിഥ്യാശക്തിയാൽ ദൂഷിതനല്ല. ആപേക്ഷികമായ സത്യങ്ങൾ മായാശക്തിയിൽ മുഴുകിയിരിക്കുവാൻ അനുയോജ്യമായവയാണ്. എന്നിരുന്നാലും ഒരുവൻ സൂര്യന് അഭിമുഖമായി നിൽക്കുന്നത് പോലെ പരമദിവ്യോത്തമ പുരുഷൻ പരമസത്യത്തെ പ്രത്യക്ഷമായി അഭിമുഖീകരിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായ കാര്യം സേവിക്കുകയാണ്. സൂര്യൻ ആകാശത്ത് തലയ്ക്ക് മേൽ ഉദിച്ചു നിൽക്കുമ്പോൾ പ്രകാശപൂരിതമായിരിക്കുന്നു. എന്നാൽ
ദൃഗ്ഗോചരമായ ആകാശത്ത് സൂര്യൻ പ്രത്യക്ഷനാകാത്ത പക്ഷം, അഥവാ സൂര്യന്റെ അസാന്നിധ്യത്തിൽ സർവ്വതും അന്ധകാരത്തിലാകുന്നു. അതുപോലെ ഒരുവൻ പരമോന്നത ഭഗവാനുമായി മുഖാമുഖത്തിലായിരിക്കുമ്പോൾ അവൻ എല്ലാ വ്യാമോഹങ്ങളിൽ നിന്നും സ്വതന്ത്രനായിത്തീരുന്നു. ഇതിനെ ഭഗവത്ഗീതയിൽ ഇപ്രകാരം സ്ഥിരീകരിച്ചിരിക്കുന്നു: മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സാ ഗുണാൻ സമതീത്യൈതാൻ ഭൂയായ കൽപ്പതേ. ആകയാൽ ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ പ്രകീർത്തിക്കുക, ഉചിത കേന്ദ്രത്തിൽ നിന്നും ഭാഗവതം ശ്രവിക്കുക, അതായത് ജീവനോപായമായി ഭാഗവത പാരായണം നടത്തുന്ന വ്യക്തിയിൽ നിന്നല്ലാതെ ജീവിതത്തിൽ ഭാഗവതനായ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഭാഗവത ശ്രവണം പരിശുദ്ധ ഭക്തരുമായ സർവദാ സംസർഗം എന്നിവ ഉൾപ്പെടുന്ന ഭക്തിയോഗ ശാസ്ത്രത്തെ ആത്മാർത്ഥതയോടെ വ്യഗ്രതയോടെ അനുവർത്തിക്കണം. ഒരുവൻ ഞാനെന്നും എന്റേതെന്നുമുള്ള സങ്കല്പങ്ങളാൽ ഒരിക്കലും തെറ്റായി നയിക്കപ്പെടരുത്. കർമ്മികൾ എന്റേത് എന്ന സങ്കല്പത്തെ ഇഷ്ടപ്പെടുന്നവരും ജ്ഞാനികൾ ഞാൻ എന്ന സങ്കല്പത്തെ ഇഷ്ടപ്പെടുന്നവരുമാകുന്നു. ഇരുവരും മായാമയ ശക്തിയുടെ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രരാകാൻ അയോഗ്യരാകുന്നു. ശ്രീമദ് ഭാഗവതവും പ്രാധാന്യേന ഭഗവത്ഗീതയും ഞാനെന്നും എന്റേതെന്നുമുള്ള മിഥ്യാബോധത്തിൽ നിന്നും ഒരു വ്യക്തിയെ സ്വതന്ത്രമാക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകുന്നു. മാത്രവുമല്ല, പതിതാത്മാക്കളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് ഈ ശ്രീ സുഖദേവ ഗോസ്വാമി അവ പകർത്തി എഴുതിയത്. ജീവസത്തയ്ക്ക് കാലത്തിന്റെയോ ഭൗതിക ശക്തിയുടെയോ സ്വാധീനമേ ഇല്ലാത്ത അതീന്ദ്രിയ അവസ്ഥയിൽ ആകേണ്ടതായുണ്ട്. ബദ്ധജീവിതത്തിൽ ജീവസത്ത ഭൂത വർത്തമാന ഭാവി എന്നിവയുടെ മനോരാജ്യത്തിൽ കാലത്തിന്റെ സ്വാധീന ശക്തിക്ക് കീഴ്പ്പെട്ടവനാണ്. അമിത അഹംബോധത്തെ ഇല്ലാതാക്കിക്കൊണ്ടും ജ്ഞാനസംവർദ്ധനവിലൂടെയും സ്വയം പരമോന്നത ഭഗവാൻ അല്ലെങ്കിൽ വാസുദേവനായിത്തീരുന്ന ഭാവ്യ പര്യാലോചനകളിലൂടെ കാലത്തിന്റെ പ്രഭാവത്തെ മറികടക്കാൻ മാനസിക ഊഹാപോഹികൾ യത്നിക്കുന്നു. എന്നാൽ പ്രവർത്തന പദ്ധതി പരിപൂർണമായതല്ല. അഖിലത്തിലും പരം അഥവാ പരമം ഭഗവാൻ വാസുദേവനാണെന്ന് അംഗീകരിക്കുന്നതാണ് ഉചിതമായ പ്രക്രിയ. അദ്ദേഹം സകലത്തിന്റെയും സ്രോതസ്സാകയാൽ ജ്ഞാനസംവർദ്ധനത്തിൽ ഏറ്റവും ഉത്തമമായ പരിപൂർണതയുടെ സാക്ഷാത്കാരം അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയാകുന്നു. ഈ തത്വത്തിൽ മാത്രമേ ഒരുവന് ഞാനെന്നും എന്റേതെന്നുമുള്ള മിഥ്യാബോധത്തെ ഇല്ലാതാക്കുവാൻ കഴിയുകയുള്ളൂ. ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും ഇത് സ്ഥിരീകരിക്കുന്നു. ശ്രീ വ്യാസദേവൻ വ്യാമോഹിതരായ ജീവസത്തകൾക്ക് ഭഗവത് ശാസ്ത്രവും ഭക്തിയോഗ പ്രക്രിയയും അദ്ദേഹത്തിന്റെ മഹത് ഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതത്തിൽ സവിശേഷമായി സംഭാവന ചെയ്തിരിക്കുന്നു. യഥാത്മാക്കൾ ഈ മഹശാസ്ത്രത്തിന്റെ ആനുകൂല്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. ഹരേ കൃഷ്ണ.